ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി നഗരത്തിലെ മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മലിനജലവും അവശിഷ്ടങ്ങളും സമീപത്തെ പാടത്ത് കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച മാർക്കറ്റിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമല്ലെന്നാണ് പരാതി. അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളുന്നത് പാടത്തേക്കാണ്. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്നൊക്കെ കൊട്ടിഘോഷിച്ചാണ് പട്ടാമ്പി നഗരത്തിൽ കോടികൾ ചിലവഴിച്ച് മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചത്. പ്രവർത്തനം ആരംഭിച്ച് 10 വർഷത്തിൽ അധികമായിട്ടും ഇപ്പോഴും മാലിന്യം തള്ളുന്നത് സമീപത്തെ പാടത്തേക്കാണ്. കാലങ്ങളായി തള്ളുന്ന മാലിന്യം ഇപ്പോൾ കുളത്തിന് സമാനമായി പാടത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. കറുത്ത നിറത്തിൽ പാടത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധം വമിക്കുകയാണ്. പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിലെ മലിനജലം യാതൊരുവിധ തരത്തിലുള്ള സംവിധാനവും ഇല്ലാണ്ട് തോട് വഴി പാടത്തേക്ക് ഒഴുക്കി വിടുകയാണ്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന പരിസരവാസികളുടെ കിണറുകളിലെ വെള്ളം മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ നടപടി കാരണം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാർക്കറ്റിന് പുറകിലെ പാടത്താണ് അറവുശാല. ഇതിന്റെ അവശിഷ്ടങ്ങളും സമീപത്ത് തള്ളുന്നതായി പരാതിയുണ്ട്. മഴ പെയ്താൽ മാലിന്യമൊഴുകി സമീപത്തെ തോട്ടിലൂടെ ഭാരതപ്പുഴയിലേക്കും സമീപത്തെ വീടുകളുടെ കിണറുകളിലേക്കുമാണ് എത്തുന്നത്. ഇത് വലിയ ആരോഗ്യ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. പരാതി നൽകിയെങ്കിലും നഗരസഭ നടപടി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. രൂക്ഷമായിട്ടുള്ള ദുർഗന്ധമാണ് ഈ ഭാഗത്തുള്ളത്. പട്ടാമ്പി മത്സ്യമാർക്കറ്റിന്റെ പുറകുവശത്ത് അറവ് മൃഗങ്ങളെ അറുത്തതിന്റെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ മാലിന്യം സംസ്കരിക്കാനുള്ള യാതൊരു നടപടിയും ഇത്ര കാലമായിട്ടും നിരവധി കാലങ്ങളായിട്ട് പട്ടാമ്പിയിലെ ജനങ്ങളും BJPയും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പട്ടാമ്പി നഗരസഭ ഇതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവരെയും. ആ മാലിന്യങ്ങൾ ഇപ്പോഴും ഇവിടെ തുറസായ സ്ഥലത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇനിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഏതാണ്ട് 50ഓളം വീടുകൾ ഉണ്ട്. നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. മത്സ്യവും ഇറച്ചിയും അടക്കമുള്ളവയുടെ മാലിന്യമാണ് പൈപ്പിലൂടെ പാടത്തേക്ക് ഒഴുക്കിവിടുന്നത്. വെള്ളം കെട്ടി നിന്നാൽ ഇതിൽ കൊതുക് വളരാനുള്ള സാധ്യതയും ഏറെയാണ്. ഡെങ്കിപ്പനി പോലെയുള്ള മാരക രോഗങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.